മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം എന്നവർ മനസ്സിലാക്കണം. കേരളം സ്വയംഭരണ പ്രദേശമോ വേറെ രാജ്യമൊന്നുമല്ല. ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗ് ബാധ്യസ്ഥരാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇപ്പോൾ ഹൈക്കോടതി വിധി പ്രകടിപ്പിച്ചത് ബോർഡിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ബോർഡിന് സാമ്പത്തിക ആയ ഇടപാടുകൾ നടത്തുന്നതിനോ അനുമതി ഇപ്പോഴുമില്ല. ആ സ്റ്റേ നിലനിൽക്കുകയാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനായി നമ്മോടൊപ്പം ഇന്ന് BJP നേതാവായ ഷോൺ ജോർജ് ആണുള്ളത്. ബാക്കി വിവരങ്ങൾ അദ്ദേഹം പറയുന്നത് ഈ കോടതി വിധിയെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്താണ് നമ്മോട് കർമ്മ ന്യൂസിനോട് എന്താണ് പങ്കുവെക്കാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിക്കാം. ഇപ്പം കോടതി വിധിയെ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു കോടതി വിധി വരുന്നത് ഒരു ശരിക്കും തിരിച്ചടിയായി തന്നെ തോന്നുന്നില്ലേ? അല്ല, ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിലും സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ട കാര്യം അവിടെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യാതെ ഈ ബോർഡ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നതിൽ നമ്മുടെ എതിരഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അത് സുപ്രീം കോടതി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്ന അതിൻ്റെ ചാർജ് മുഴുവനായിട്ട് ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുത്തുകൊണ്ടുള്ള അത് എൻ്റെ പ്രയറല്ല, മറ്റൊരു പ്രയറാണ്. അത് സ്റ്റേ ചെയ്തതിന് എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ ആവശ്യത്തിൽപ്പെടുന്നതല്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇപ്പോൾ ഹൈക്കോടതി വിധി പ്രകടിപ്പിച്ചത് ബോർഡിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ബോർഡിന് സാമ്പത്തിക ആയ ഇടപാടുകൾ നടത്തുന്നതിനോ അനുമതി ഇപ്പോഴുമില്ല. ആ സ്റ്റേ നിലനിൽക്കുകയാണ്. അത് ഫ്രീ. ഇത് രണ്ടും എടുക്കാൻ പറ്റില്ല, പിന്നെ ബോർഡ് ഇരുന്നിട്ട് കാര്യമുണ്ട്. അപ്പം ബോർഡിന് അനുമതി കിട്ടും എപ്പോഴാണ്? ബോർഡ് ആ 2 അംഗങ്ങളെ കൂടെ അപ്പോയിന്റ് ചെയ്താൽ അവർക്ക് പ്രവർത്തനാനുമതി കിട്ടും. അതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഈ ഒരു വിധി വന്നത് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകാൻ തീരുമാനിക്കുന്നത്? അല്ല, ഹൈക്കോടതിയിൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് നമുക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ഈ നിമിഷം വരെയും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നിരാകരിച്ചിട്ടില്ല. ഇപ്പം മുസ്ലിം ലീഗിനെ ശരിക്കും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഇനി മുന്നോട്ട് മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം എന്നവർ മനസ്സിലാക്കണം. കേരളം സ്വയംഭരണ പ്രദേശമോ വേറെ രാജ്യമൊന്നുമല്ല. ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗ് ബാധ്യസ്ഥരാണ്. അവരത് അംഗീകരിക്കുക, നന്നായിട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് പെൻഡിങ് നിൽക്കും.